നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് എന്ന പാർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു അല്ലേ. പല തരത്തിലുള്ള എറേഴ്സും റാൻഡം എറേഴ്സിൽ എങ്ങനെയാണ് പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു ക്വാണ്ടിറ്റിയുടെ ഡെൻസിറ്റി മെഷർ ചെയ്യണം എന്ന് വിചാരിക്കും. ഡെൻസിറ്റി നമുക്ക് ഡയറക്റ്റായി മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ ഓബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യും, എന്നിട്ട് വോളിയം മെഷർ ചെയ്യും, എന്നിട്ട് ഡെൻസിറ്റി ഈക്വൽസ് മാസ് ബൈ വോളിയം എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മാസ് മെഷർമെൻറ്റിൽ എറർ ഉണ്ടായിരിക്കാം, അതുപോലെ വോളിയം മെഷർ ചെയ്തതിലും എറർ വരാം. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയിൽ എറർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡെൻസിറ്റിയിൽ എത്രത്തോളം എറർ ഉണ്ടാവും, ഇങ്ങനെയുള്ള എററിൻ്റെ കോമ്പിനേഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എറേഴ്സിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് Z എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം എന്ന് വിചാരിക്കും. എനിക്ക് ഡയറക്റ്റായിട്ട് Z മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ A എന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു, പിന്നെ B എന്നൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. എയും ബിയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ Z കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്, ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒരു സമ്മിലുണ്ടാകുന്ന എറർ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിലുണ്ടാകുന്ന എറർ. എന്നോടൊപ്പം നിങ്ങളും ഈ കാൽക്കുലേഷൻസ് ചെയ്യണം. ആദ്യം ഈ ടൈറ്റിൽ എഴുതൂ, എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്. നമുക്കൊരു ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. Z ഈസ് ഈക്വൽ ടു A പ്ലസ് B. നമ്മൾ A എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്തപ്പോൾ നമുക്കറിയാം എയിൽ എറേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വി ക്യാൻ റെപ്രസെൻറ്റ് A ആസ് A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A, where ഡെൽറ്റ A is the absolute error in A. അങ്ങനെയാണെങ്കിൽ B എന്ന ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B, where ഡെൽറ്റ B is the absolute error in the quantity B. അപ്പോൾ Z മെഷർ ചെയ്ത് കിട്ടുന്നതും ഈ ഫോമിലായിരിക്കുമല്ലോ, Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z. സോ നമുക്ക് ഈ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വി ഹാവ് ദ റിലേഷൻ Z ഈക്വൽ ടു A പ്ലസ് B. എഴുതുന്നുണ്ടോ? എല്ലാവരും എഴുതുന്നുണ്ടല്ലോ എൻ്റെ കൂടെ. Z ഈക്വൽ ടു A പ്ലസ് B. സോ ആ Z മാറ്റിയിട്ട് എഴുതൂ, Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈക്വൽസ്, എഴുതിക്കോളൂ. എക്ക് പകരം എന്താ എഴുതാൻ പറ്റുന്നത്? A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A പ്ലസ് അടുത്ത ക്വാണ്ടിറ്റി B അല്ലേ, B ഒന്ന് റീപ്ലേസ് ചെയ്തേ, B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയോ എല്ലാവരും? അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ മാറ്റാം, ചെയ്തോളൂ. Z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈക്വൽസ്, ആ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർത്ത് എഴുതൂ, A പ്ലസ് B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും അല്ലേ? A പ്ലസ് ബി എന്താ? നമ്മൾ ആദ്യം കണ്ട ഇക്വേഷനാണ്. A പ്ലസ് ബി എന്ന് പറയുന്നത് Z ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ A പ്ലസ് ബിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, Z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ എങ്ങനെയാണ് അത് മാറുന്നതെന്ന് നോക്കി. Z പ്ലസ് ഓ മൈനസ് ഡെൽറ്റ Z ഈക്വൽസ് Z പ്ലസ് ഓ മൈനസ് ഡെൽറ്റ A പ്ലസ് ഓ മൈനസ് ഡെൽറ്റ B. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കൂ. രണ്ട് സൈഡിൽ നോക്കി Z എന്ന് പറയുന്നൊരു ടേം ഉണ്ടല്ലേ, ക്യാൻസൽ ചെയ്തോളൂ. വാട്ട് ഈസ് ലെഫ്റ്റ്? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ Z ഈക്വൽസ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ A പ്ലസ് ഓ മൈനസ് ഡെൽറ്റ B. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇസഡിൽ ഉണ്ടാകാവുന്ന മാക്സിമം പോസിബിൾ എററാണ്. മാക്സിമം എത്രത്തോളം എറർ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം വാല്യൂ കിട്ടുമ്പോൾ ഈ നെഗറ്റീവ് സൈൻസ് അങ്ങ് നമുക്ക് മാറ്റാമല്ലോ. ബാക്കി എന്ത് വരുമെന്ന് നോക്കൂ. ഡെൽറ്റ Z ഈക്വൽസ് ഡെൽറ്റ A പ്ലസ് ഡെൽറ്റ B. ഇതാണ് നമുക്ക് എൻഡിൽ കിട്ടുന്ന റിസൾട്ട്. ഇനി നമുക്കിതൊരു ഡിഫറൻസിലൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? Z ഈക്വൽ ടു A പ്ലസ് B. ഡിഫറൻസ് ആകുമ്പോൾ എങ്ങനെ മാറ്റാം? Z ഈക്വൽ ടു A മൈനസ് B മാറ്റിക്കോളൂ. Z പകരം അതിൻ്റെ വാല്യൂ കൊടുക്കൂ, നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ. Z പ്ലസ് ഓ മൈനസ് ഡെൽറ്റ Z ഈക്വൽസ്, ഓക്കെ, എക്ക് പകരം അതിൻ്റെ വാല്യൂ കൊടുത്തോളൂ. A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A, അടുത്ത സൈൻ ശ്രദ്ധിക്കൂ, പ്ലസ് അല്ല മൈനസ് ആണ്, മൈനസ് അടുത്ത ടേം കൊടുക്കൂ, B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്തതുപോലെ
ആ എയും ബിയും കൂടെ ഒരുമിച്ച് ചേർത്ത് എഴുതൂ. സോ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് എ മൈനസ് ബി അല്ലേ. എയും മൈനസ് ബിയും കൂടെയാണ് നമ്മൾ ചേർത്ത് എഴുതുന്നത്. എ മൈനസ് ബി, ബാക്കി എന്താ ഉള്ളത് നോക്കൂ, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എ മൈനസ് ബി എന്താ? ഇസഡ്. നേരത്തെ നമ്മൾ എ പ്ലസ് ബിക്ക് ഇസഡ് എന്ന് കൊടുത്തു, പകരം ഇപ്പോൾ എ മൈനസ് ബിക്ക് പകരം ഇസഡ് എന്ന് കൊടുക്കുക. സോ ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഇസഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ക്യാൻസൽ ചെയ്തോളൂ, ഇസഡ് ക്യാൻസൽ ചെയ്തോളൂ രണ്ട് ഭാഗത്തു നിന്നും. ബാക്കി എന്താ വന്നേന്ന് നോക്ക്, ഡെൽറ്റ ഇസഡ് ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. കഴിഞ്ഞ കേസിൽ നമ്മൾ കണ്ടതുപോലെ മാക്സിമം പോസിബിൾ എററിനെ കുറിച്ച് ചിന്തിക്കൂ. മാക്സിമം എററാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് സൈൻ എടുക്കില്ല, പകരം പോസിറ്റീവ് തന്നെ എടുക്കൂ. റിസൾട്ട് എന്തായി നോക്കൂ, ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. സമ്മിൽ കിട്ടിയ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക, ഇപ്പോൾ ഡിഫറൻസിൽ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നോക്കൂ, നിങ്ങൾ കാണാൻ പറ്റും ബോത്ത് ദ ഇക്വേഷൻസ് ആർ സെയിം. ആ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കൂ, ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതിന് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഇങ്ങനെ പറയാം, when two quantities are added or subtracted, the absolute error in the final result is the sum of absolute errors in individual quantities. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? എയും ബിയും കൂടെ ആഡ് ചെയ്തുകൊണ്ടോ മൈനസ് ചെയ്തുകൊണ്ടോ ആണ് ഞാൻ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇസഡിലുണ്ടായ മാക്സിമം അബ്സല്യൂട്ട് എറർ എന്നത് എയിലെ അബ്സല്യൂട്ട് എററിൻ്റെയും ബിയിലെ അബ്സല്യൂട്ട് എററിൻ്റെയും കൂടി സം ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. 2 resistors R1 equals 8 plus or minus 0.4 ohm and R2 equals 6 plus or minus 0.3 ohm are connected in series. Determine the effective resistance. കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ഫിഗറിലേക്ക് നോക്കൂ, ഞാൻ 2 റെസിസ്റ്റേഴ്സ് അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് റെസിസ്റ്റർ ഈസ് R1 ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ 8 പ്ലസ് ഓർ മൈനസ് 0.4 ohm. സി ദ സെക്കൻഡ് റെസിസ്റ്റൻസ്, അത് ഞാൻ R2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് R2 ഈസ് 6 പ്ലസ് ഓർ മൈനസ് 0.3 ohm. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് കോമ്പിനേഷൻ R ഈക്വൽസ് R1 പ്ലസ് R2. സോ നമുക്കതിനെ ആഡ് ചെയ്യാം. R ഈക്വൽസ് R1 പ്ലസ് R2, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. R1 എത്രയാ? 8 പ്ലസ് R2 ഈസ് 6. സോ 8 പ്ലസ് 6 ഈക്വൽസ് 14 ohm. നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് ഈ 14 ohmൽ എത്ര എറർ വരുന്നു എന്നാണ്. R ഈക്വൽസ് R1 പ്ലസ് R2 എന്ന് എഴുതുമ്പോൾ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന ഫോം അല്ലേ? അവിടെ നമ്മൾ ഇക്വേഷൻ കണ്ടു, ഡെൽറ്റ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ ആ ഫോമിൽ എനിക്ക് പുതിയൊരു ഇക്വേഷൻ എഴുതാമല്ലോ. ഡെൽറ്റ ആർ ഈക്വൽസ്, പറയൂ, നിങ്ങൾ തന്നെ പറയൂ, ഡെൽറ്റ ആർ ഈക്വൽസ് ഡെൽറ്റ R1 പ്ലസ് ഡെൽറ്റ R2. ഓക്കെ, ഡെൽറ്റ R1ൻ്റെയും ഡെൽറ്റ R2ൻ്റെയും വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ യു ഹാവ് ഡെൽറ്റ ആർ ഈക്വൽസ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഡെൽറ്റ R1 എത്രയാണ്? 0.4. സോ 0.4 പ്ലസ് 0.3 will give you 0.7. So the resistance is 14 ohm and the error in that is 0.7. So how can we represent the effective resistance? R equals 14 plus or minus 0.7 ohm. This is the final answer. ഇപ്പോൾ നമ്മൾ Z ഈക്വൽ ടു എ പ്ലസ് ബി ഫോമാണ് കണ്ടത്, സം ആണ് കണ്ടത്. ഇനി Z ഈക്വൽ ടു എ മൈനസ് ബി ആണെങ്കിലും നമ്മളുടെ റിസൾട്ട് കണ്ടതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂമറിക്കൽ എഴുതും. The temperatures of two bodies measured by a thermometer are 50 plus or minus 0.5 degrees Celsius and 20 plus or minus 0.5 degrees Celsius.
കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ദ എറർ ദെയറിൻ. നോക്കൂ, ഇവിടെ രണ്ട് ടെമ്പറേച്ചർ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കതിനെ T1 എന്നും T2 എന്നും മാർക്ക് ചെയ്യാം. T1 ഈക്വൽസ് 50 ± 0.5 ഡിഗ്രി സെൽഷ്യസ്, ദ ഫസ്റ്റ് ടെമ്പറേച്ചർ. സെക്കൻഡ് ടെമ്പറേച്ചർ എത്ര നോക്കി? T2 എന്ന് മാർക്ക് ചെയ്യൂ, എഴുതിക്കോളൂ. T2 ഈക്വൽസ് 20 ± 0.5 ഡിഗ്രി സെൽഷ്യസ്. അവരെന്താ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് നോക്കി? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dt. ആ dt റെപ്രസെൻറ്റ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. സോ dt ഈക്വൽസ് T1 - T2. ചെയ്തോളൂ, നിങ്ങൾ തനിയെ ചെയ്തോളൂ. ഇനി T1 - T2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. T1 എത്രയാ? 50 - T2 20. സോ 50 - 20 ഈക്വൽസ് 30 ഡിഗ്രി സെൽഷ്യസ്. അത്രയും പാട്ടിൽ പ്രശ്നമില്ല, നമുക്കറിയാം. അടുത്ത പാട്ട് നോക്കൂ. ഇനി ഇതിലെ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ഡെൽറ്റ ടി ഈക്വൽസ് ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2. ഇവിടെയാണ് സാധാരണയായിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താറ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, T1 - T2 തന്നെയാണ്. പക്ഷേ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ T1 - ഡെൽറ്റ T2 എന്ന് എടുക്കരുത്, പകരം ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2 തന്നെയാണ് എന്നത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡെൽറ്റ T1 എത്ര നോക്കി? 0.5. ഡെൽറ്റ T2 അതും 0.5 തന്നെ. സോ 0.5 പ്ലസ് 0.5 ഈക്വൽസ് 1 ഡിഗ്രി സെൽഷ്യസ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ? dt ഈക്വൽസ് 30 ± 1 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ കോഷ്യൻ്റ് ആണ്. നേരത്തെ നമ്മൾ സമ്മും ഡിഫറൻസും കണ്ടു. ഇനി ഇതുപോലൊരു പ്രോഡക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കോഷ്യൻ്റ് ഇമാജിൻ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എ എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്തു, ദെൻ ഞാൻ ബി എന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റായിട്ട് ഞാൻ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഇസഡ് ഈക്വൽസ് AB. എയിൽ എറർ ഉണ്ടാവുമല്ലോ, ആ എയിൽ എററിനെ നമുക്ക് ഡെൽറ്റ എ എന്ന് എടുക്കാം. സോ എ നമുക്ക് മാറ്റി എഴുതാം A ± ഡെൽറ്റ എ. Similarly, there will be error in B also. So we can replace B as B ± delta B. Okay. ആ Z ഈക്വൽ ടു AB എന്ന ഇക്വേഷനിലേക്ക് ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ആ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എന്ന് നോക്കൂ, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. Z ± ഡെൽറ്റ Z ഈക്വൽസ്, അത് എയുടെ വാല്യൂ അല്ലേ, A ± ഡെൽറ്റ എ ഇൻറ്റു അടുത്ത ടേം ഏതാ? ബി ആണ്. ഇറ്റ് ഈസ് B ± ഡെൽറ്റ ബി. നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് എഴുതാം. Z ± ഡെൽറ്റ Z ഈക്വൽസ്, ഞാൻ ഈ രണ്ട് ടേംസിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ബിക്കംസ് AB. ഇനി ഞാൻ ഈ രണ്ട് ടേമുകളെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം ± B ഇൻറ്റു ഡെൽറ്റ എ. ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താലോ ± A ഇൻറ്റു ഡെൽറ്റ ബി. ഇനി എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് ടേംസേ ബാക്കിയുള്ളൂ, അത് ഇത് രണ്ടുമാണ്. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും ± ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞു? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ലാസ്റ്റ് ടേം ഒന്ന് നോക്കിയത് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഡെൽറ്റ എ ആൻഡ് ഡെൽറ്റ ബി ആർ ദ അബ്സല്യൂട്ട് എറേഴ്സ് ഇൻ എ ആൻഡ് ബി. നമുക്കറിയാം ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ്, എയിലും ബിയിലും ഉണ്ടാകുന്ന എറേഴ്സാണ്. അപ്പോൾ ഡെൽറ്റ എയും ഡെൽറ്റ ബിയും സ്മോളർ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി ഈസ് മച്ച് സ്മോളർ, സോ വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്. അത് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ടേംസ് ഒന്നുകൂടെ എഴുതി. ഇസഡ് ± ഡെൽറ്റ ഇസഡ് ഈക്വൽസ് AB ± B ഇൻറ്റു ഡെൽറ്റ എ ± A ഇൻറ്റു ഡെൽറ്റ ബി. എഴുതിയില്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഈ റൈറ്റ് സൈഡിൽ കാണുന്ന AB എന്ന ടേമിലേക്കൊന്ന് നോക്കി. ഈ AB എന്ന ടേം മാറ്റിയിട്ട് പകരം നമുക്ക് അവിടെ Z എന്ന് എഴുതിക്കൂടെ? സോ ആ ഇക്വേഷൻ മാറ്റി എഴുതൂ. ആ AB എന്ന ടേം മാറ്റിയിട്ട് പകരം അവിടെ Z എന്ന് കൊടുത്ത് എഴുതിയേ. Z ± ഡെൽറ്റ Z ഈക്വൽസ് Z
പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി. ഓക്കെ, അപ്പോൾ നോക്കൂ, രണ്ട് സൈഡിലെയും ഇസഡ് ക്യാൻസൽ ചെയ്യാമല്ലോ. ഇതാ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളും ക്യാൻസൽ ചെയ്യൂ. ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം കൂടി ഒന്നുകൂടി എഴുതൂ. നമുക്ക് വളരെ ചെറിയൊരു ഇക്വേഷൻ ആക്കി അതിനെ മാറ്റാം. എഴുതി നോക്കൂ, തനി എഴുതി നോക്കൂ. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇസഡ് കൊണ്ടും റൈറ്റ് സൈഡിൽ എ ബി കൊണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യാമല്ലോ, ബിക്കോസ് ഇസഡ് ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ നിങ്ങൾ തനിയെ അതൊന്ന് ചെയ്യൂ. ലെഫ്റ്റ് സൈഡിലെ ഇസഡ് കൊണ്ടും റൈറ്റ് സൈഡിലെ ഓരോ ടേംസിനെയും എ ബി കൊണ്ടും ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതും. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് ബി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ബി പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ എ ബി. ആണോ? ഇങ്ങനെ തന്നെയാണോ എല്ലാവരും എഴുതിയിരിക്കുന്നത്? നോക്കിയേ, ആ ഫസ്റ്റ് ടേമിലെ ബി ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ചെയ്തോളൂ, ക്യാൻസൽ ചെയ്തോളൂ. സെക്കൻഡ് ടേമിലോ എ ക്യാൻസൽ ചെയ്യാം അല്ലേ? അതും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് എഴുതൂ. അതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് നോക്കൂ. പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽസ് പ്ലസ് ഓ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. നമ്മൾ ഇതിന് മുൻപ് ചെയ്തതുപോലെ മാക്സിമം എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് സയൻസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സയൻസ് ഒക്കെ മാറ്റിയിട്ട് എല്ലാം പോസിറ്റീവാക്കി എഴുതൂ. മാക്സിമം റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഈ ഓരോ ടേമും എന്താണെന്ന് നോക്കൂ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് അത് റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ ഇൻ ഇസഡ്. ഡെൽറ്റ എ ബൈ എയോ റിലേറ്റീവ് എറർ ഇൻ എ. ഡെൽറ്റ ബി ബൈ ബി റിലേറ്റീവ് എറർ ഇൻ ബി. നമ്മളിപ്പോൾ ഈ കണ്ട ഇക്വേഷൻ നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്യിച്ചതാണ്. ഇസഡ് ഈക്വൽ ടു എ ബി എന്ന പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്യിച്ചതാണ്. ഇസഡ് ഈക്വൽ ടു എ ബൈ ബി എന്ന കോഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്താലും നമുക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ മൾട്ടിപ്ലൈഡ് ഓർ divided, the relative error in the result is the sum of relative errors in individual quantities. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ എററിനെ പ്രോഡക്റ്റ് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The percentage error in the measurement of length and breadth of a rectangle are 4% and 1.5% respectively. Calculate the percentage error in the measurement of area of the rectangle. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മെഷർ ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യും, ബ്രെഡ്ത്ത് മെഷർ ചെയ്യും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് മെഷർ ചെയ്തപ്പോൾ അതിൽ 4% എറർ വന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് ദേ ഇങ്ങനെ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100% എന്ന് എഴുതാമല്ലോ. സിമിലർലി ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100% ഈക്വൽസ് 1.5%. ഓക്കെ, എഴുതിയോ? ഇത് രണ്ടും എഴുതിയോ? നമുക്കിനി ഏരിയയുടെ കാൽക്കുലേഷനിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക? ഏരിയ എ ഈക്വൽസ് എൽ ഇൻറ്റു ബി. നമുക്ക് എറേഴ്സിൻ്റെ ടേംസിലേക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. എഴുതിക്കോളൂ. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% ഈക്വൽസ്, നോക്കൂ ആദ്യത്തെ ടേം എൽ അല്ലേ, അതിൽ എറർ എന്താ വരിക? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100%. അടുത്ത സൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൽ ഇൻറ്റു ബി എന്നാണ്. അത് കണ്ടിട്ട് അടുത്ത സൈൻ ഇൻറ്റു മാർക്ക് ഇടരുത്, എറേഴ്സ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇൻറ്റു അല്ല പ്ലസ്, അടുത്ത ടേം എന്ത് വരും അതറിയാം നിങ്ങൾക്ക്, ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഓക്കെ, വാല്യൂസ് കൊടുത്തോളൂ. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 എത്രയാണ്? 4%.
പ്ലസ് പറയും, അടുത്ത വാല്യൂ പറയും, 1.5%. സോ 4% പ്ലസ് 1.5%, ദി ആൻസർ ഇസ് 5.5%. കിട്ടിയില്ലേ? എല്ലാവർക്കും ആയില്ലേ ആൻസർ? ഇനി നമുക്ക് എററിനെ കോഷ്യൻ്റ് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂമറിക്കൽ കൂടി ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, എഴുതൂ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതൂ. ദി റെസിസ്റ്റൻസ് ആർ ഈക്വൽസ് വി ബൈ ഐ where V equals 100 plus or minus 5 volt and I equals 10 plus or minus 0.2 ampere. Find the percentage error in R. നമുക്കറിയാം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വോൾട്ടേജിൻ്റെ വാല്യൂവും വേണം, കറണ്ടിൻ്റെ വാല്യൂവും വേണം. വോൾട്ടേജിൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, നോക്കി, 100 plus or minus 5 volt, അല്ലേ? സോ വി ക്യാൻ റൈറ്റ് V ഈക്വൽസ് 100 plus or minus 5 volt. ഇതുപോലെ കറണ്ടിൻ്റെ വാല്യൂവും കൂടി എഴുതൂ, തന്നെ എഴുതൂ. അത് I ഈക്വൽസ് 10 plus or minus 0.2 ആംപിയർ. നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് എറർ ഇൻ ആർ ആണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഇക്വേഷൻ ഫോർ ആർ. ക്വസ്റ്റനിൽ അവർ തന്നിട്ടുണ്ട് ആർ ഈക്വൽസ് വി ബൈ ഐ. എഴുതിക്കോളൂ. ആറിലെ പെർസെൻറ്റേജ് എററിൻ്റെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100% ഈക്വൽസ് ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100%. ഓക്കെ, ഇനി കിട്ടിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ 5 ബൈ 100 ഇൻറ്റു 100% പ്ലസ് ഇതുപോലെ ഐയുടെയും ഡെൽറ്റ ഐയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 0.2 ബൈ 10 ഇൻറ്റു 100%. ഇനി അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് പെട്ടെന്നൊന്ന് സിംപ്ലിഫൈ ചെയ്യൂ. കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കൂ. യു വിൽ ഗെറ്റ് 7% ആസ് ദി കറക്റ്റ് ആൻസർ. ഇനി ഒരു റിലേഷൻ കൂടിയാണ് നമുക്കിതിൽ അറിയേണ്ടത്. എറർ ഇൻ എ ക്വാണ്ടിറ്റി റൈസ് ടു എ പവർ. ഞാനൊരു ഇക്വേഷൻ കാണിക്കാം. സേ Z is equal to A raised to n. A raised to n എന്ന് പറഞ്ഞാൽ A is multiplied n times, അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? Z ഈക്വൽസ് A ഇൻറ്റു A ഇൻറ്റു A ഇൻറ്റു എക്സെട്ര n ടേംസ്, n ടൈംസ് ഞാനത് എഴുതിയിട്ടുണ്ട്. ഇത് പ്രോഡക്റ്റ് അല്ലേ? പ്രോഡക്റ്റിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ചെയ്തിരുന്നല്ലോ. ഒരു പ്രോഡക്റ്റിലെ എററിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിതിലെ എറർ എഴുതാം. ഡെൽറ്റ ഇസഡ് by Z equals delta A by A plus delta A by A plus etc. How many times? N times. So there will be n terms. N terms ഉണ്ടെങ്കിൽ അതിന് n times എന്ന് എഴുതിയാൽ പോരെ. സോ ഫൈനൽ റിസൾട്ട് എന്തായി മാറും നോക്കൂ. ഡെൽറ്റ Z by Z equals n into delta A divided by A. That is, the relative error in a physical quantity raised to a power is the power times the relative error in the quantity. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The percentage error in the measurement of radius of a sphere is 2%. Calculate the percentage error in the measurement of surface area of the sphere. ഒരു ക്വസ്റ്റനിൽ തന്നേക്ക് നോക്ക്. റേഡിയസ് മെഷർ ചെയ്തപ്പോഴുണ്ടായ എറർ തന്നിട്ടുണ്ട്, അല്ലേ? ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100% ഈസ് 2%. സർഫസ് ഏരിയയിലെ എറർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇക്വേഷൻ ഫോർ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. എസ് ഈക്വൽസ് 4πr². എഴുതൂ, എററിൻ്റെ ഇക്വേഷൻ എഴുതൂ. ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഡെൽറ്റ എസ് ബൈ എസ് ഇൻറ്റു 100% ഈക്വൽസ്, ആദ്യം നമുക്ക് അവിടെ വന്നിരിക്കുന്നത് 4π എന്നൊരു ടേമാണ്. 4πയിൽ എറർ ഇല്ല. സോ r² ആണ് ബാക്കിയുള്ളത്. അതിൽ എറർ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഓക്കെ, ബാക്കി ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എത്ര ആൻസർ വന്നത്? 2 ഇൻറ്റു 2%, അല്ലേ? സോ ദി ആൻസർ ഇസ് 4%. കിട്ടിയില്ലേ? 4% ആയില്ലേ? ഒരു ക്വസ്റ്റിനോട് ഞാൻ അതിനോടൊപ്പം ചോദിച്ചോട്ടെ, ഇവിടെ വോളിയം ആയിരുന്നെങ്കിലോ? പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ.
6%. എങ്ങനെ വന്നേ? 4/3 pi r cube അല്ലേ? അപ്പോൾ ആറിൻ്റെ പവർ 3 ആയി മാറും. സോ 3 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ ആർ, അത് 2 ആണ്. സോ 3 × 2 6% ആയി മാറും. അതുകൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ കണ്ട ഈ റിസൾട്ടുകളെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോബ്ലം പറയാം. അത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ തനിയെ അത് സോൾവ് ചെയ്ത് നോക്കണം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി ഈസ് റിലേറ്റഡ് ടു 4 observables A, B, C and D as P equals A cube B square divided by root C into D. The percentage error in the measurement of A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? A question നോക്കൂ. The quantity P depends on 4 observables A, B, C, D. അപ്പോൾ ഈ എല്ലാ ടേംസിലും എറർ ഉണ്ട്. ഈ എല്ലാ ടേംസിലെയും എറർ അക്യൂമുലേറ്റ് ചെയ്തായിരിക്കും പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ എറർ ഉണ്ടാകുന്നത്. എത്ര % എറർ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യമായി എ ക്യൂബ് എന്ന് പറയുന്ന ടേം നോക്കാം. എ ക്യൂബിൽ ഉണ്ടാകുന്ന എറർ എന്തായിരിക്കും? 3 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ എ. ശരിയല്ലേ? പെർസെൻറ്റേജ് എറർ ഇൻ എ ഈസ് ഗിവൺ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്ക്. ബി സ്ക്വയർ. ബി സ്ക്വയറിലെ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 2 × പെർസെൻറ്റേജ് എറർ ഇൻ ബി. ന്യൂമറേറ്ററിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കല്ലേ. സോ ഈ 2 എറേഴ്സും കൂടെ ആഡ് ചെയ്യുക. ഇനി ഡിനോമിനേറ്ററിലേക്ക് വന്നാൽ ആദ്യത്തെ ടേം റൂട്ട് സി ആണ്. റൂട്ട് സി എന്ന് പറഞ്ഞാൽ c⁻½ ആണ് എന്നറിയാമല്ലോ. അപ്പോൾ എറർ എന്തായിരിക്കും? 1/2 × പെർസെൻറ്റേജ് എറർ ഇൻ സി. അതുപോലെ ഡി. ഈ 4 ക്വാണ്ടിറ്റീസിലെ എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നോർത്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ എററിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അസൈൻമെൻറ്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എഴുതൂ. The period of oscillation of a simple pendulum is t equals 2 pi into root of L by G. Measured value of L is 20.0 centimeter, known to 1 millimeter accuracy. And time for 100 oscillations of the pendulum is found to be 90 seconds using a wristwatch of 1 second resolution. What is the accuracy in the determination of G? ഈ ക്വസ്റ്റ്യൻ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ വർക്കും ഈ അസൈൻമെൻറ്റും കൂടി സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യണം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ഈ ചാപ്റ്ററിലെ പുതിയ ഒരു കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Thank you.